വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റയിലും അല്ലാതെ നമ്മുടെ വാട്സപ്പിലും ഒക്കെ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ പഠിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എന്തെല്ലാമാണ് ഇപ്പം മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ പഠിക്കുന്ന അതായത് STU എന്ന് പറഞ്ഞ കോളേജും അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് എക്കണോമിക്സിൻ്റെ കോളേജ്, അവിടെ ഇപ്പം ഈ പറഞ്ഞത് കണക്ക് ഫ്രീ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞത് കണക്ക് UB എന്നാണ് വരുന്നത്. അവിടെയും ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഫ്രീ എഡ്യൂക്കേഷനായിട്ട് സ്വാക്കയിലോട്ട് കയറി വരുമ്പോൾ അത്യാവശ്യം പഠിക്കുക എന്നുള്ളൊരു മൈൻഡിൽ തന്നെ കയറി വരിക. അതായത് നമ്മുടെ ക്ലാസ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കാണും. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്കിവിടെ ക്ലാസ്സുകൾ കാണും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാർട്ട് ടൈം അതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടായിരിക്കണം. ദെൻ വേറെ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബേസിക്സ് ഒക്കെ പഠിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് കയറി വരുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ്, പ്രോഗ്രാമിങ്, പിന്നെ അതുപോലെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലൊരു ബേസ് ഉണ്ടാക്കിയിട്ട് കയറി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഇവിടുത്തെ ക്ലാസ്സുകളെല്ലാം സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. കാരണം ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് ബേസ് മുതൽ, അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വരിക. പിന്നെ അതുപോലെ ഇവിടുത്തെ എക്സാമിന്, മാത്സ് എക്സാമിനൊന്നും നമുക്ക് കാൽക്കുലേറ്ററോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതും ഈ പറഞ്ഞത് കണക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ പോലെയുള്ള പ്രോഗ്രാംസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്കുകളെല്ലാം ചെയ്യാനുണ്ടായിരിക്കും. പിന്നെ അതുപോലെ ബാക്കിയുള്ളതാണെന്നുണ്ടെങ്കിലും കോഴ്സിന് ആണെന്നുണ്ടെങ്കിലും അറ്റൻഡൻസ് ഒക്കെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്. അപ്പം അതും എല്ലാം നമുക്കിപ്പം പല ക്ലാസ്സുകളും മെയിനായിട്ട് ഇവിടുത്തെ, ഞാൻ ഓരോ വീഡിയോസിലും പറയാറുണ്ട്, ഇവിടെ എല്ലാ ആൾക്കാരും പഞ്ച്വലാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാം ആയിട്ട് നമുക്കൊന്ന് അറ്റാച്ചായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പം അതും ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പം നിങ്ങൾക്ക് ബാക്കിലെല്ലാം കണ്ടാലറിയാം, ഇവിടെ ഓട്ടം സീസണായി നിൽക്കുവാണ്. വിൻ്റർ ഇനി സ്റ്റാർട്ട് ചെയ്യത്തതേ ഉള്ളൂ. മീൻസ് ആ ഒരു സ്റ്റാർട്ടിങ് പോർഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ളതും എല്ലാം നിങ്ങൾ ഏകദേശം തയ്യാറായെടുത്ത് വേണം വരാനായിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് യുണീക്ക് ഫെദർ.